ഹായ് കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. സനാദ്രി വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഹാർദമായ സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നു ഒരു കിഡിലും ക്ലീനിങ് വീഡിയോയുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടമ്മമാരുടെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരവുമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഒരുപാട് കൂട്ടുകാർക്ക് ഇത് യൂസ്ഫുൾ ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം നമുക്ക് നേരെ സമയം കളയാതെ വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുന്നായിട്ട് ഏതെങ്കിലും കൂട്ടുകാർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനായിട്ട് മടിക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കണ്ടിട്ട് വേഗം വരാം. അപ്പം നമ്മുടെ ഇന്നത്തെ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരേ ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ചെമ്മീൻ പുളിയാണ്. അപ്പം നമ്മുടെ നാട്ടിലൊക്കെ പല പേരുകളിലാണ് ഇത് അറിയപ്പെടുന്നത്. ചെമ്മീൻ പുളി, ഓർക്കപ്പുളി, പിന്നെ മീൻ പുളി എന്നൊക്കെ നമുക്കിത് പറയാറുണ്ട്. അപ്പം നമ്മൾ ഇതിലൊരു 4-5 എണ്ണം കൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ക്ലീനിങ് മൊത്തം നടത്തുന്നത്. അപ്പം ഞാൻ അതിനായിട്ട് ഒരു 4-5 ചെമ്മീൻ പുളി എടുത്തിട്ട് ഒന്ന് നന്നായിട്ട് നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാമേ. അപ്പം ഞാൻ നന്നായിട്ട് ഇത് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പം ഞാനിതൊന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാൻ പോവുകയാണ്. അപ്പം നമുക്കിത് കറി വെക്കാൻ മാത്രമല്ല, നമ്മുടെ വീടിൻ്റെ അകവും പുറവും എല്ലാം മൊത്തത്തിൽ നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് നമുക്ക് വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റ് തന്നെയാണ് നമ്മുടെ ഈ ചെമ്മീൻ പുളി എന്ന് പറയുന്നത്. അപ്പം ഞാനൊരു നന്നായിട്ടൊന്ന് പഴുത്ത ഒരു 4-5 എണ്ണം കൂടി എടുത്തിട്ടുണ്ട്. ഇതാ ഇത്രമാത്രം പഴുത്തിട്ടുണ്ട് അത്. അപ്പം ഞാൻ ഇനി ഒരു ക്ലോത്ത് എടുത്തിട്ടുണ്ട്. ആ ക്ലോത്തിലേക്ക് നമുക്കിതൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പം ഞാനിതെല്ലാം ഈ ക്ലോത്തിലേക്ക് മാറ്റുകയാണ്. അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ഒരു കിഴിയുടെ രീതിയിൽ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് കെട്ടിക്കെടുക്കണം. അപ്പം ഞാനതൊന്ന് ഒരു 3-4 എണ്ണം മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പം നന്നായിട്ട് പഴുത്ത പുളി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ കുറേ സാധനങ്ങളിലൊന്നും നമുക്ക് ഡയറക്റ്റ് ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനൊരു കിരി പോലെ ആക്കിയിട്ട് അത് കെട്ടിയിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കത് നന്നായിട്ട് കെട്ടിയെടുക്കാമേ. അപ്പോൾ ഇപ്പം തന്നെ ഇത് നന്നായിട്ട് വെള്ളമൊക്കെ ഇതിൽ നിന്ന് വരുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ നന്നായിട്ട് പഴുത്ത പുളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ, നമ്മുടെ കിഴി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ആദ്യമായിട്ട് ഞാൻ നമ്മുടെ കിച്ചണിൻ്റെ വാൾട്ടയിലാണ് ഞാനിത് വൃത്തിയാക്കാനായിട്ട് പോകുന്നത്. ഒരു 4-5 ദിവസമൊക്കെ ആയി ഞാനിത് ടൈലൊക്കെ വൃത്തിയാക്കിയിട്ട്. കാരണം നമ്മുടെ ഇന്നത്തെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് തന്നെ ഞാൻ ഇതൊക്കെ വൃത്തിയാക്കാതെ തന്നെ ഒരു 3-4 ദിവസമായിട്ട് ഞാൻ വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇതിലൊക്കെ ചെറിയ കറുത്ത് ഡോട്ട് ആയിട്ടൊക്കെ അഴുക്കിരിപ്പുണ്ട്. പിന്നെ ഇത് കാണുന്ന സിമെൻറ്റാണ്, അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം ബാക്കിയുള്ള ഭാഗമൊക്കെ നമുക്ക് നല്ല ക്ലീനായിട്ട് എടുക്കാം. അപ്പോൾ ഇപ്പോൾ തന്നെ ചെറുതായിട്ട് അതിൻ്റെ അഴുക്കൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതൊക്കെ ഇളകി വരുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് നമ്മുടെ വീടിനകവും കിച്ചണും ഒക്കെ നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് നല്ലൊരു സാധനം തന്നെയാണ് നമ്മുടെ ഈ ചെമ്മീൻ പുളി എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ കിച്ചണിനകത്തൊക്കെ ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാനായിട്ടൊക്കെ വളരെ നല്ലതാണ്. ഇത് നന്നായിട്ട് നമുക്കിത് തുടച്ചതിന് ശേഷം ഒരു ക്ലോത്ത് വെച്ചിട്ട് ഇതേമാതിരി ഒന്ന് തൂത്ത് കൊടുത്താൽ മാത്രം മതി. ആ അഴുക്കൊക്കെ ക്ലീനായിട്ട് നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് കിട്ടും. ഇതൊക്കെ കണ്ടില്ല, ഞാൻ ഇപ്പം ഒരു ക്ലോത്ത് കൊണ്ട് ഇതൊന്ന് തുടച്ച് കൊടുക്കുകയാണ് കണ്ടോ. ഇപ്പം തന്നെ നന്നായിട്ട് നമ്മുടെ ഈ ഒരു ടൈല് നന്നായിട്ട് വൃത്തിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനിയിപ്പോൾ അടുത്ത സെക്ഷനിലേക്ക് പോവാം. അപ്പോൾ ഇത് നമ്മുടെ ഒരു കബോർഡിൽ നമ്മൾ പെയിൻറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും വീണ ഒരു പെയിൻറ്റാണ്. അപ്പോൾ നമുക്ക് ഈ പെയിൻറ്റ് പോയില്ലയോ എന്ന് നമുക്കൊന്ന് നോക്കാമേ. അപ്പോൾ ഞാൻ ഒരു ചെമ്മീൻ പുളി എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് നന്നായിട്ടൊന്ന് ഉരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഉരച്ചു കൊടുക്കാം. ഇളകി വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ? അപ്പം വളരെ നല്ലൊരു സാധനം തന്നെയാണ് നമുക്ക് ഈ ചെമ്മീൻ പുളി എന്ന് പറയുന്നത്. നമ്മുടെ കിച്ചണിനകമായാലും നമ്മുടെ ടൈലായാലും അതേപോലുള്ള ഗ്ലാസ്സുകൾ, അപ്പോൾ ഇതെല്ലാം നമ്മൾ ക്ലീൻ ചെയ്യാനായിട്ട് വളരെ നല്ലതാണ്. അപ്പോൾ നമുക്ക് ഈ ഗ്ലാസ്സൊക്കെ നന്നായിട്ട് നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം. ഇവിടെ ആണെങ്കിൽ നമ്മുടെ ഈ കബോർഡിൻ്റെ ഒരു സൈഡിലായിട്ട് കുറച്ച് പെയിൻറ്റ് കൂടെ പറ്റിയിരിപ്പുണ്ട്. അപ്പോൾ അതുകൂടെ നമുക്ക് നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്തിട്ട് കൊടുക്കാമേ. അപ്പോൾ നമ്മളിതെല്ലാം ചെമ്മീൻ പുളി മാത്രം ഉപയോഗിച്ചാണ് നമ്മൾ ഇത് ചെയ്യുന്നത് കേട്ടോ. ആ പെയിൻറ്റ് എല്ലാം ഇളകി പോകുന്നുണ്ട്. നമ്മൾ ഒട്ടും സമയമൊന്നും എടുത്തില്ല. കുറച്ച് നേരം നമ്മൾ ഒരുപാട് പെയിൻറ്റൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കുറച്ച് നേരം നമ്മൾ ഈ ചെമ്മീൻ പുളി ഒന്ന് ഉരച്ചിട്ട് തേച്ച് പിടിപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തന്നെ ഇളകി പോകുന്നതായിരിക്കും. അപ്പോൾ ഞാനിത് അന്നേരം തന്നെ ഉരച്ച് എടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മുടെ ഈ ഗ്ലാസ്സിലുണ്ടായിരുന്ന പെയിൻറ്റ് എല്ലാം പോയിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് തുടച്ചൊക്കെ വൃത്തിയാക്കിയിട്ട് എടുക്കാൻ പോകുന്നത്. ആ കബോർഡിൻ്റെ സൈഡിലായിട്ട് കുറച്ച് പെയിൻറ്റ് കൂടെ വീണ് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിതൊന്നും ക്ലീൻ ചെയ്യാതെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയ്ക്ക് വളരെ യൂസ്ഫുള്ളായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഈ ചെമ്മീൻ പുളി ഇട്ടിട്ട് തന്നെ ഈ ഒരു സൈഡിലെ പെയിൻറ്റൊക്കെ നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്തിട്ട് കൊടുക്കാമേ. അപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന ആ ഒരു രീതിയിൽ നിന്ന് നമുക്ക് ഒരുപാട് പെയിൻറ്റൊക്കെ ഇളകിയിട്ട് നല്ല ക്ലീനായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ.
ഇതാ കണ്ടില്ലേ, ഈ സൈഡിലൊക്കെ ഒരുപാട് പെയിൻറ്റ് പറ്റിയിരിപ്പുണ്ട്. അപ്പോൾ ഇതൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് നല്ലതായിട്ട് ഒരു ലൈറ്റ് ഷെയ്ഡിലേക്ക് മാറുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു 2-3 വട്ടമായിട്ട് നമ്മളിതൊന്നും തേച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നമ്മൾ നന്നായിട്ട് ആ പെയിൻറ്റുകളെല്ലാം ഇളകി പോകും. ഇതാ കണ്ടില്ലേ, ഇപ്പോൾ തന്നെ കുറേയധികം പെയിൻറ്റുകൾ പോയിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ ഒരു ചെമ്മീൻ പുളി എന്ന് പറയുന്ന ഒരു മരം നമ്മുടെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട് മൊത്തം ക്ലീൻ ആക്കാനായിട്ട് വളരെ നല്ലതാണ്. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് നമ്മൾ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ വാഷിംഗ് മെഷീൻ, നമുക്ക് വാഷിംഗ് മെഷീൻ മൊത്തം മക്കൾ കുളമാക്കി വെച്ചിരിക്കുകയാണ്. മൊത്തം പെയിൻറ്റും പെൻസിൽ കൊണ്ടുള്ള ഡ്രോയിങ്ങുകളും മഷിയും ഒക്കെ കാണുന്നുണ്ട്. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇത് ക്ലീൻ ചെയ്യുന്നത് നമ്മൾ കിഴി വെച്ചിട്ടാണ്. കാരണം നമ്മൾ ഇത് നേരിട്ട് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിനകത്തോട്ട് ഒരുപാട് നമ്മുടെ ചെമ്മീൻ പുളിയിൽ ഈ ക്ഷാരം ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇത് നേരിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ തുരുമ്പടിക്കാനായിട്ടൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കിഴിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കണ്ടില്ലേ, ഇപ്പം തന്നെ ആ ആദ്യത്തെ ഒരു ഭാഗത്ത് നിന്ന് മാറി നമ്മുടെ എല്ലാം കളറെല്ലാം മാറിയിട്ട് വരുന്നത് കണ്ടില്ലേ, നല്ല ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഇനി നമ്മൾ നമ്മുടെ ഡൈനിങ് ടേബിൾ ക്ലീൻ ചെയ്യാൻ പോവുകയാണ്. അപ്പം ഡൈനിങ് ടേബിളൊക്കെ നമുക്ക് ചെറുതായിട്ട് ഒന്ന് തേച്ച് കൊടുത്താൽ തന്നെ നമ്മൾ നല്ല ക്ലിയർ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ പോകാനായിട്ടൊക്കെ നല്ല ഒരു ഹോം റെമഡി തന്നെയാണ് നമ്മുടെ ഈ ഒരു ചെമ്മീൻ പുളി. ഇനി നമുക്ക് ഏറ്റവും തലവേദന എന്ന് പറയുന്നത് നമ്മുടെ ബാത്റൂമാണ് അല്ലേ. അപ്പോൾ ബാത്റൂമിൻ്റെ ഡോറിലൊക്കെ ആണെങ്കിൽ എപ്പോഴും അഴുക്കൊക്കെ പിടിച്ചിരിക്കും. നമ്മൾ ഇതൊന്നും വൃത്തിയാക്കിയില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ബാത്റൂമിൻ്റെയൊക്കെ ഡോറ് എപ്പോഴും അഴുക്കായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. അപ്പോൾ അതിനൊക്കെ നമുക്ക് വളരെ നമ്മളെ ഹെൽപ്ഫുള്ളാണ് നമ്മുടെ ഈ ചെമ്മീൻ പുളി. അപ്പോൾ നമ്മുടെ ഡോറൊക്കെ നമുക്കൊന്ന് ക്ലീൻ ചെയ്യാം. അതിനുശേഷം നേരെ നമ്മൾ ബാത്റൂമിനകത്തേക്കാണ് പോകുന്നത്. ബാത്റൂമിൻ്റെ വാൾട്ടയിലൊക്കെയാണ് ഞാൻ വൃത്തിയാക്കാനായിട്ട് ഒരു 2 ദിവസമായി വൃത്തിയാക്കിയിട്ട്. അപ്പോൾ നമുക്കത് നന്നായിട്ടൊന്ന് ഈ കിഴി കൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കാം. അത് നന്നായിട്ട് ഉരച്ചു കൊടുക്കുക. അതിലുണ്ടായിരുന്ന സോപ്പ് പത അതുപോലുള്ള സാധനങ്ങളൊക്കെ കാണുമല്ലോ നമ്മുടെ ഈ ഭിത്തിയിലൊക്കെ. അപ്പോൾ അതൊക്കെ പോകാനായിട്ട് ഇത് കണ്ടില്ല, ഒരുപാട് അഴുക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മളിതുകൊണ്ട് തേച്ച് കൊടുക്കുകയാണേ. നന്നായിട്ട് നമ്മൾ ഉരച്ചു കൊടുക്കുക. നന്നായിട്ട് ഉരച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കിനിയിപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിത് നന്നായിട്ടൊന്ന് കഴുകിയെടുത്ത് വെച്ചാൽ മാത്രം മതി. അപ്പോൾ നമുക്ക് ഒരുപാട് പ്രഷർ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു ചെമ്മീൻ പുളി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് നമ്മുടെ ബാത്റൂം ഒക്കെ ക്ലീൻ ചെയ്യാൻ പറ്റും. ബാത്റൂമിനുള്ളിൽ ബാഡ് സ്മെല്ലുണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടും കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ല, നല്ല ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഇനിയിപ്പം നമ്മൾ നേരെ കിച്ചണിൽ തന്നെ ഒരു ചെറിയ വാഷ് ബേസിൻ ഉണ്ട്. അപ്പോൾ ആ വാഷ് ബേസിൻ കഴുകാനായിട്ടാണ് പോകുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മൾ നേരിട്ട് തന്നെ ആ ചെമ്മീൻ പുളി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്തിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഒരുപാട് അതിൽ എണ്ണമെഴുക്കും അതുപോലെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം നല്ല പെട്ടെന്ന് തന്നെ പോയിട്ട് നല്ലതായിട്ട് വെട്ടിത്തിളങ്ങാനായിട്ട് ഏറ്റവും നല്ലൊരു സാധനം തന്നെയാണ് നമ്മുടെ ഈ ചെമ്മീൻ പുളി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ വളരെ എളുപ്പം തന്നെ നമുക്ക് ഇത് വീടിനകം ഒക്കെ വൃത്തിയാക്കാനായിട്ട് പറ്റും. അതേപോലെ തന്നെ ജനാലകളുടെയൊക്കെ ചില്ലുകൾ, അലമാരികൾ, ഗ്ലാസ്സുകൾ ഒക്കെ വൃത്തിയാക്കാനായിട്ട് നമുക്ക് ഒരുപാട് യൂസ്ഫുള്ളായിട്ടുള്ള ഒരു അടിപൊളി ഒരു സാധനമാണ് നമ്മുടെ ഈ ചെമ്മീൻ പുളി അല്ലെങ്കിൽ ഓർക്കപ്പുളി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട്, യൂസ്ഫുൾ ആയെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു കിടിലം വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.